സീക്രട്ട് ഏജന്റിന് ഇപ്പോഴും നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്കാലകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വേറെയൊന്നുമല്ല, അയാളുടെ കൂട്ടുകാരൻ എന്ന് പറയുന്ന അഖിൽ NRD എന്ന് പറയുന്നയാളുടെ ഭാര്യ ഒളിച്ചോടിയപ്പോൾ ഇയാൾ ചെയ്ത വീഡിയോസ്, അതിൽ ഇയാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കും ഇത് ചെയ്യേണ്ടി വരും, എനിക്കും ഇത് അധിക ദിവസങ്ങളിൽ എനിക്കും ഇത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഇയാൾക്ക് വേണമെങ്കിൽ പറയാം, അതായത് ഈ വിഷയം ഞാൻ എടുക്കുന്നില്ല, ഹെൽനോസ് പാർട്ടിയുടെ വിഷയം ഞാൻ ഒഴിവാക്കിയതാണ്, അതുപോലെ ഖാദർ കരിപ്പൊടിയുടെ വിഷയം ഞാൻ ഒഴിവാക്കിയതാണ്, എനിക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ഞാൻ ഇങ്ങനെയുള്ള വിഷയത്തിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്, ആ വീഡിയോ ചെയ്തതിൻ്റെ പൈസ ഞാൻ വാങ്ങിക്കാറില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇദ്ദേഹം നോക്കിയപ്പോഴേ ഒരു പാവം പിടിച്ച ചെറുപ്പക്കാരൻ, അവൻ്റെ ഭാര്യയാണെങ്കിൽ ഒളിച്ചോടിപ്പോയി, ആ ഒളിച്ചോട്ടത്തെ പറ്റിയിട്ട് ഒരു 10 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാം എന്ന് കരുതുന്ന സീക്രട്ട് ഏജന്റിനെ നമ്മൾ യാതൊരു കുറ്റവും പറയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് സീക്രട്ട് ഏജന്റ് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതൊന്നുമല്ല, പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു LDFന്റെ ജാഥ പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വണ്ടി അവിടെ കിടക്കുകയും ആ വണ്ടി പോകാൻ വേണ്ടി സ്ഥലം തരണം എന്ന് പറഞ്ഞപ്പോഴേ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടാക്കുകയും അങ്ങനെ ആ പ്രശ്നത്തിനൊടുവിൽ എന്ന് പറഞ്ഞാൽ ഇയാൾ വലിയൊരു അവതാരമായിട്ട് അങ്ങ് പിറവിയെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ വളർച്ച, അന്ന് മുതലാണ് നമ്മളെല്ലാവരും സീക്രട്ട് ഏജന്റിനെ നോക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇദ്ദേഹം വളരെ ഒരു നല്ല മനുഷ്യനാണ്, ഇദ്ദേഹം എല്ലാത്തിലും ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നു എന്നാണ് ഞാൻ കരുതിയത്. പിന്നീടാണ് മനസ്സിലായത് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാട്ടുകാരുടെ കണ്ണിൽ കുറച്ച് പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഗിമിക്ക് കാണിച്ചു കഴിഞ്ഞാൽ പൊങ്ങി വരാം എന്നുള്ള ഒരു മൂഢമായിട്ടുള്ള ഒരു കാര്യം. അവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, കാറിൽ വന്നിട്ട് കൊണയടിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പല ആൾക്കാരും പറയുന്നത്. എന്നാൽ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അതായത് ആദ്യമൊക്കെ ഇദ്ദേഹം മല്ലു ട്രാവലറിനെ വിടാതെ പിന്തുടർന്നിരുന്നു. മല്ലു ട്രാവലറിനെതിരെ ഒരുപാട് സംഭവങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഇയാളും മല്ലു ട്രാവലറും ബാംഗ്ലൂരിൽ വെച്ച് കാണുന്നു. അവിടെ ബ്രോ എന്ന് വിളിച്ച് രണ്ടുപേരും ചേർന്ന് കെട്ടിപ്പിടിക്കുന്നു. അതോടുകൂടിയിട്ട് ഇദ്ദേഹം മല്ലു ട്രാവലറിനെ അങ്ങനെ അങ്ങ് വിമർശിക്കുന്നത് നിർത്തി. പിന്നീട് മല്ലു ട്രാവലറിന്റെ ഒരു കേസിലും ഇദ്ദേഹം ഇടപെട്ടിട്ടില്ല. എന്തുകൊണ്ടാ? അവൻ എൻ്റെ കൂട്ടുകാരനായി, അതുകൊണ്ട് അവനെ ഞാൻ ഒന്നും പറയത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി എന്ന് പറയുന്ന വിദ്വാൻ തൊപ്പിയെ കാണാൻ വേണ്ടി വരുന്നു, തൊപ്പിയെ കാണാൻ അങ്ങോട്ട് പോകുന്നു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പീൻ്റെ അതൊരു മികച്ച കണ്ടന്റ് ആണെന്ന് കണ്ടപ്പോഴേ തൊപ്പിയെ മെല്ലെ കൈയൊഴിയുന്നു. കൈയൊഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം തൊപ്പിയെ പറ്റിയിട്ട് പിന്നീട് അങ്ങോട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അതായത് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയുന്നത്, അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ആരെയൊക്കെ എങ്ങനെയൊക്കെ ഇതാക്കണം എന്നുള്ള ഒരു അജണ്ടയുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യനുള്ളത് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു അസൂയയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് ഇതുപോലെ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഖിൽ NRDന്റെ വിഷയത്തിലൊന്നും അദ്ദേഹത്തിന് ഇങ്ങനെ പറയൊന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കല്യാണത്തിന് പോയിട്ടുണ്ട്, ഭാര്യയെയും ഭർത്താവിനെയും ഇദ്ദേഹത്തിന് പരിചയമുണ്ട്. ആ ഒരു നിലയിൽ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് പറയാം. 2-3 ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ ഹെൽനോസ് പാർട്ട എന്ന് പറയുന്ന, ഇവരൊക്കെ ഡൂഡ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കട്ട ചങ്കായ ഹെൽനോസ് പാർട്ടിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഒരു വീഡിയോ എടുത്തോ? ഒരാൾ പോലും എടുത്തിട്ടില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിപ്പൊടിക്കെതിരെ കേസുണ്ട്. അത് എന്ത് കേസോ ആയിക്കോട്ടെ, അതൊന്നും നമുക്കറിയില്ല. ഒരാൾ ഒളിവിൽ നിന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ന് പറഞ്ഞ എന്ത് കേസാ നമുക്കറിയില്ല. അയാൾക്ക് ജാമ്യം കിട്ടിയിട്ട് അയാൾ വെളിയിൽ വരുമല്ലേ വേണ്ടത്. അതിനെതിരെയും ആശാൻ ഒരു തരത്തിലും പ്രതികരിക്കത്തില്ല. അങ്ങനെ പല തരത്തിലും തനിക്ക് വേണ്ടപ്പെട്ടവര്. പിന്നെ ഇദ്ദേഹം ജാസ്മിനെ പറ്റി പറയുന്നത്, ഞാൻ ജാസ്മിനെ എപ്പോഴും വിളിക്കാറുണ്ട്, എന്താടാ അളിയ എന്നൊക്കെയാണ് വിളിക്കുന്നത് എന്ന്. കുറച്ചൊക്കെ ഇതുണ്ടെങ്കിൽ ഈ മനുഷ്യൻ വിളിക്കുമോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെയൊക്കെ ബല എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ അയാളെ കുറ്റമൊന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അയാൾ അരി വേണിക്കാൻ വേണ്ടിയിട്ടാണ് കാറിൽ കയറുന്നത്, നമ്മളും അരി വേണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാറിൽ കയറുന്നത്. പക്ഷെ അയാൾ ബിരിയാണി തിന്നുമ്പോഴേ നമ്മൾ റേഷനരിയാണ് തിന്നുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അയാൾക്ക് ഭാര്യ കോരിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വ്യൂസ് കൊടുക്കും, നമുക്ക് അങ്ങനെയൊന്നും തരാറില്ല. പക്ഷെ ആശാന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഡിമ്മാണ്. അതായത് ഇപ്പോൾ അദ്ദേഹത്തെ കാണാത്ത ഒരുപാട് പഴയ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം ഇദ്ദേഹത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫാനായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിനും കൃത്യമായിട്ട് സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെനിക്ക് മനസ്സിലായത് മല്ലു ട്രാവലറും ഇദ്ദേഹവും ബാംഗ്ലൂരിൽ വെച്ച് കണ്ടുമുട്ടിയതിന് ശേഷം മല്ലു ട്രാവലർ എന്ത് കൊള്ളരുതായ്മ ചെയ്തു കഴിഞ്ഞാലും ഇദ്ദേഹം മിണ്ടാറില്ല.
ഇദ്ദേഹം ഒന്നും പറയാറില്ല അവർ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടുപ്പം വന്നു. അങ്ങനെയാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ്. അല്ലാതെ അയാൾ നിങ്ങളെ എല്ലാവരെയും നന്നാക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല. അയാളെ പിന്നെ പലരും ഫോൺ ചെയ്യും എന്ന് പറയുന്നുണ്ട്, അയാളെ അങ്ങോട്ട് വിളിച്ച് അയാൾ ചോദിക്കും എന്ന് പറയുന്നുണ്ട്. ഈയിടെ ഒരു മനുഷ്യനെ പറ്റിയിട്ട് അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ട് അത് വീഡിയോ ആക്കിയിട്ട് ഇടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി തെണ്ടിത്തരം തന്നെയാണ്. അതൊരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അഖിൽ NRD എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ തകർന്നിരിക്കുന്ന സമയത്ത് ഇയാളുടെ ഒരു ഫോൺ കോൾ വന്നപ്പോൾ അയാൾ പലതും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകാം. അതൊക്കെ വന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് വീഡിയോ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞു മോനെ എന്താ തൻ്റെ ഒരു ഇത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ സുനിത ദേവദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി സീക്രട്ട് ഏജന്റിനെ പറ്റിയിട്ട് നല്ലോണം പൊരിച്ചടുക്കിയിട്ടുണ്ട്. പക്ഷെ അതിലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സുനിത ദേവദാസ് ആരാ സുനിത ദേവദാസും അത്ര നല്ല മനുഷ്യശ്രീ ആണോ? അത്ര നല്ല റിയാക്ഷൻ ചെയ്യുന്നവരാണോ? ഒരിക്കലുമല്ല. ആ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ പുറകെ നമുക്ക് പോകാം. അപ്പം അവർ സീക്രട്ട് ഏജന്റിനെ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. സീക്രട്ട് ഏജന്റ് അങ്ങോട്ട് വിളിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടു. സീക്രട്ട് ഏജന്റ് അവരെ പറ്റിയിട്ട് ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ യൂട്യൂബേഴ്സ് തമ്മിലുള്ള ഒരു അടിയാണ് നമ്മളിപ്പോഴിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ അഖിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ ഒളിച്ചോടിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്, അല്ലാതെ വേറെയൊന്നും അല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ്, സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ആരും കണ്ട് പഠിക്കരുത്. അതെനിക്ക് പറയട്ടെ. കാരണം എന്താ വെച്ചാൽ ആ മനുഷ്യൻ എന്തോ ഒരു വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഞാനൊരു ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ മനുഷ്യൻ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ചെയ്യുന്നത് ഒരു നല്ല വീഡിയോസ് അല്ല. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അസൂയയും കുശുമ്പും കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട്. അതൊക്കെ കൂട്ടിക്കുഴച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അദ്ദേഹം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അദ്ദേഹത്തിനോട് പേഴ്സണലായിട്ട് ഒരു ദേഷ്യവും ഇല്ല. പക്ഷേ അയാളുടെ വീഡിയോ കുറേ നാൾ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത്, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇത്. അതായത് ഞാൻ പറഞ്ഞല്ലോ മല്ലു ട്രാവലറിൻ്റെ ഒരു വിഷയം. അയാൾ പിന്നെ നിരന്തരമായിട്ട് അയാളെ വിമർശിക്കുന്നയാളെ ബാംഗ്ലൂരിൽ പോയി മല്ലു ട്രാവലറിനെ കണ്ട് തിരിച്ചു വന്നപ്പോഴേ കാവാത്ത മറന്നുപോയ പോലെ ആയിപ്പോയി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുക്കൽ. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പല സന്ദർഭങ്ങളിലും പല രൂപങ്ങളിലും പല ഇതായിട്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ നല്ലത് എന്ന് വിചാരിക്കുന്ന ആ ഒരു സംഭവങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ മൈൻഡ് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇയാളെ കരിപേണിക്കേണ്ട കണ്ടന്റ് മാത്രമാണ്, അല്ലാതെ വേറെയൊന്നുമല്ല. ഇപ്പം 2 ദിവസം മുമ്പ് റോബിനെ പറ്റിയിട്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അരിപേണിക്കാനുള്ള ഒരു ട്രിക്ക് മാത്രമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹവുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരോടൊക്കെ ഇദ്ദേഹത്തിന് ഭയങ്കര പക തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ഒരു വലിയ നന്മ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വലിയ സംഭവമായിട്ടോ ഇയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിഗ് ബോസ് പോയിരുന്ന് മോങ്ങുന്നത് നമ്മൾ കണ്ടതല്ലേ. എന്തൊക്കെ കൊണയടിയായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേ ഞാനെന്തോ എടുത്തിട്ട് പിന്നെ കീഴവെക്കും എന്ന് പറഞ്ഞ് അവിടെ എത്തിയപ്പോഴെന്ന് പറഞ്ഞ് എല്ലാം മറന്നുപോയിട്ട് പിന്നീട് അങ്ങോട്ട് പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടില്ലേ. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും ഇയാളുടെ ഫാനാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവ്യൂ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ വീഡിയോ ചെയ്യുന്നതാണ്. എന്നാലും നമ്മളൊക്കെ പരമാവധി നമ്മുടെ മാന്യത കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. നന്ദി, നമസ്കാരം.